കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ആഷിഖ് എന്ന വ്യക്തി പേരാമ്പ്ര ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ കാറിൽ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇന്നോവ കാറിലെത്തിയ ചിലർ ഈ പറയുന്ന ആഷിഖിന്റെ കാറിനടുത്തേക്ക് വരികയും ആഷിഖിന് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഫോൺ തട്ടിപ്പറിക്കുകയും തുടർന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ 11,000 രൂപയോളം അടങ്ങിയ പേഴ്സും മറ്റു രേഖകളും വസ്ത്രങ്ങളും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേരാമ്പ്ര ഒരു തിരക്കുള്ള പ്രദേശത്ത് പോലീസിന്റെ കൺമുമ്പിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. സുഫൈൽ, ഷമീർ, സിറാജ്, അജ്നാസ്, ഫഹദ് എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ. വ്യക്തമായ തെളിവുകളും CCTV ദൃശ്യങ്ങളും FIRും നിലവിലുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നത്? അപ്പോൾ ഈ പ്രതികൾ എന്ന് പറയുന്നവർ നിസ്സാരക്കാരല്ല. പ്രതികളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ 2022 നടന്ന ഇർഷാദ് കൊലക്കേസിലും സ്വർണ്ണക്കടത്തിലെയും പ്രധാന പ്രതികളെന്ന് സംശയിക്കുന്നവരാണ് ഇവർ. ഇപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. കേസിലെ മുഖ്യ പ്രതിയും ആഷിഖും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് ആ കാർ തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്ന് FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് വിരൽ ചൂണ്ടുന്നത് മറ്റൊന്നിലേക്കാണ്. കാറിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ കള്ളപ്പണമായിരിക്കാമെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഹവാല, കള്ളപ്പണം, മതതീവ്രവാദം എന്നിവ വളർന്നു വരുന്നതിന്റെ സൂചനയാണിത്. ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും ഇവരെ കുറിച്ചൊരു വിവരമില്ലാത്ത രീതിയിൽ ഒരു അന്വേഷണ പ്രഹസനം നടത്തി കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം ശക്തമായി വരികയാണ്.